കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മതിയായ ചികിത്സ ലഭിക്കാതെ വയോധികൻ മരിച്ചു എന്ന പരാതി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കുടുംബം ഇപ്പോൾ പരാതി കൊടുത്തു. കാലിന് പഴുപ്പ് ബാധിച്ചെത്തിയ അത്തോളിയിലെ രാജനാണ് ബീച്ച് ആശുപത്രിയിൽ മരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് വീണ്ടും ചേരുന്നു വിവരങ്ങളുമായി. അഭിജിത്ത്, എന്താണ് ഉണ്ടായത് ശരിക്കും? കോഴിക്കോട് നിന്ന് നമ്മൾ ചികിത്സാ പിഴവിൻ്റെയും മതിയായ ചികിത്സ ലഭിക്കാത്തതിൻ്റെയും ഒക്കെ ഒരുപാട് വാർത്തകൾ മുൻപും കേട്ടതാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ സംഭവം. ഇതിൽ പരാതിക്കാരൻ അത്തോളി സ്വദേശിയായ രാജന്റെ കുടുംബമാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടോടെയാണ് അത്തോളി സ്വദേശിയായ രാജൻ കാലിന് പഴുപ്പ് അധികമായതിനെ തുടർന്ന് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹം ആദ്യം അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടി. അവിടെ നിന്ന് അദ്ദേഹത്തെ വാർഡിലേക്ക് മാറ്റി. പിന്നാലെ അദ്ദേഹത്തിന് ചില ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. മകൻ രംലേഷാണ് ഒപ്പമുണ്ടായിരുന്നത്. അദ്ദേഹം ഈ നഴ്സുമാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു തൻ്റെ പിതാവിനെ നോക്കണം, പിതാവ് അല്പം ഗുരുതരാവസ്ഥയിലാവുകയാണ്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അവിടെ ആ സമയത്ത് റൗണ്ട്സിനെത്തിയ ഒരു ഡോക്ടർ ഒരു ഫോട്ടോ എടുത്ത് മടങ്ങിയതല്ലാതെ പിന്നീട് ഈ രാജനെ പരിശോധിച്ചില്ല എന്നുള്ളതാണ് പരാതി. പിന്നീട് അദ്ദേഹത്തിന് ഒരു കുത്തിവയ്പ് എടുക്കുന്നുണ്ട്. അതോടുകൂടി വീണ്ടും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് രാജൻ പോകുന്നു. പക്ഷേ എന്നിട്ടും നഴ്സുമാരല്ലാതെ അവിടേക്ക് ഡോക്ടേഴ്സ് ആരും എത്തിയില്ല, ഇദ്ദേഹത്തെ പരിശോധിച്ചില്ല എന്നൊക്കെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണം, എന്താണ് അച്ഛന് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ മകൻ പരാതി നൽകിയിരിക്കുന്നത്. അന്ന് ബുധനാഴ്ച അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെയാണ് രാജൻ മരിക്കുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കണം. ഡോക്ടേഴ്സിനും നഴ്സിനും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കുൾപ്പെടെ കുടുംബം പരാതി നൽകിയിട്ടുള്ളത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.